ഈ മീറ്റിംഗിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇടുക്കി ജില്ലയിൽ തന്നെ നമ്മുടെ എലമെന്റ്സ് വെൽനസ് പ്രൊഡക്റ്റിന് ഒരു തേരോട്ടം നടത്താൻ സാധിച്ച ഒരു വലിയ റിസൾട്ടിന്റെ ഉടമയാണ് ഞാന്. 2 കാൽമുട്ടുകളും മാറ്റി വയ്ക്കണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് വീടിനുള്ളിലൂടെ മാത്രം അത്യാവശ്യം നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഓപ്പറേഷന് ഡേറ്റ് വരെ എടുത്തിരുന്ന സമയത്ത് എൻ്റെ ബഹുമാനപ്പെട്ട ലിസി ടീച്ചർ ഈശ്വരൻ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ലിസി ടീച്ചറിന്റെ രൂപത്തിൽ എൻ്റെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഓപ്പറേഷന് ഡേറ്റ് എടുത്തിരുന്ന എന്നോട് ടീച്ചർ പറഞ്ഞത് 30 ദിവസത്തേക്ക് സർജറി ഒന്ന് മാറ്റി വെക്കുമോ ലിസ, നമുക്ക് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്കും ടീച്ചറിന്റെ കുടുംബത്തിലും ഒക്കെ കിട്ടിയ റിസൾട്ടുകൾ എന്നോട് പറഞ്ഞു. ഒരിക്കലും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്ന ആളല്ല. പക്ഷെ ലിസ ടീച്ചറിനോടുള്ള എൻ്റെ സ്നേഹവും വിശ്വാസവും ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ എന്നെ നിർബന്ധിതയാക്കി എന്ന് പറയുന്നതാവും ശരി. എന്തായാലും സുനീഷ് സാറിനും ആയിട്ട് സംസാരിച്ച് സാറ് പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും എനിക്ക് ലിസ ടീച്ചർ എത്തിച്ചു തന്നു. ഞാനത് ടീച്ചർ പറഞ്ഞതുപോലെ അത് നമ്മള് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലിസ മാഡം റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. മ്യൂട്ട്. നെറ്റ് പോയതാണേ. നല്ല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു. 15ാമത്തെ ദിവസം കറക്റ്റ് 15ാമത്തെ ദിവസം ഞാൻ സ്റ്റിക്ക് വിട്ടിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. അതിനുശേഷം കറക്റ്റ് ഞാൻ പറയുന്നോണ്ടാണ് 29ാമത്തെ ദിവസം ഒരു 100 മീറ്റർ അകലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ നടന്നു പോയി എന്നുള്ളത് ഈ നാട്ടുകാരെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു റിസൾട്ടാണ്. അത്രയും വലിയൊരു റിസൾട്ടിലൂടെ കടന്നു വന്നത് കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് റിസൾട്ടുകൾ എൻ്റെ വീട്ടിൽ കിട്ടി, എൻ്റെ മോന് കിട്ടിയത്. ഇപ്പൊ എൻ്റെ മോള് കുറെ റിസൾട്ടുകൾ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചു കുട്ടികളെ, അതായത് ന്യൂ ബോൺ ബേബിയെ വെച്ച് വരെ പരീക്ഷിക്കാൻ ഞാൻ കാണിക്കുന്ന ഈ ധൈര്യം എനിക്ക് കിട്ടിയ റിസൾട്ടിലും ഈ പ്രൊഡക്റ്റിലുള്ള എൻ്റെ ഉറച്ച വിശ്വാസമാണ്. എല്ലാരും ചോദിക്കുന്നുണ്ട്, സാധാരണ ഈ കുഞ്ഞുങ്ങളൊക്കെ ബ്ലഡില് കുളിച്ച് മുഖമൊന്നും കാണാൻ മേലാതെ. എന്റെ മോൾ ഇപ്പൊ റിസൾട്ട് പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും ആ പാതിരാത്രിയിൽ അവള് വാവിട്ട് കാറുമായിരുന്നു. നാട്ടുകാരൊക്കെ ഓടിയെത്തുന്ന രീതിയിലുള്ള കൂട്ടക്കരച്ചിലാണ് ഈ വീട്ടിൽ നടന്നത്. എന്റെ കുഞ്ഞ് വീണ ആ മൂക്ക് പൊട്ടിയ സമയത്ത്. കാരണം കുഞ്ഞിന്റെ മുഖം കാണത്തില്ല. മോനും മോളും ഒക്കെ എന്റെ അടിയുറച്ച വിശ്വാസം കണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞത് അവരനുസരിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നമുക്കറിയാം, ഞങ്ങൾക്ക് ഇവിടെ ഓടി എത്താൻ പറ്റുന്ന ഏറ്റവും ഒരുവിധം കൊള്ളാവുന്ന ഹോസ്പിറ്റല് കട്ടപ്പന സെന്റ് ജോൺസ് ആണ്. ആ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ ഫസ്റ്റ് ഇവര് കുഞ്ഞിനെ എക്സ്റേ എടുക്കും, പിന്നീട് സ്കാൻ ചെയ്യും, പിന്നീട് ഒബ്സർവേഷനിലാകും, സ്റ്റിച്ച് ഇടും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ എന്റെ കുഞ്ഞ് ആ സമയത്ത് ഭയങ്കരമായിട്ട് വേദന എന്ന് പറഞ്ഞ് കരയുവാണ്. കൂട്ടക്കരച്ചില് ഭയന്ന് പോയ കൊച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേദനിപ്പിക്കാനോ ഭയപ്പെടാനോ അതിന് മനസ്സ് വന്നില്ല. കാരണം ഞാൻ അപ്പോഴും വളരെ കൂളായിട്ട് ഞാൻ അതിനെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ആ ബ്ലഡ് തുടച്ചു മാറ്റി ഞങ്ങള് ഉറങ്ങാതെ കാവിലിരുന്നു. ബ്ലീഡിങ് നിലയ്ക്കുന്നോടം വരെ ഞാനും എന്റെ മോനും എന്റെ കുഞ്ഞിന്റെ ഇങ്ങനെ കാവിലിരുന്ന് ഉറങ്ങാതെ. കുഞ്ഞിന് മയക്കവോ അല്ലെങ്കിൽ എന്തെങ്കിലും വൊമിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശത്തോടെ ഇത്ര വലിയ വലിയ റിസൾട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം. ഈ പ്രൊഡക്റ്റിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ സാറ്, സുനീഷ് സാറ്, സന്തോഷ് സാറൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് വില മതിക്കാനാവാത്തതാണ്. ഇപ്പൊ എന്റെ ടീച്ചറ് ഇവിടെ ന്യൂസിലൻഡിലാണ്. പക്ഷെ ഇന്നലെ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ ഏത് സഹായിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡർ ജിസാറ്
എല്ലാവർക്കും പ്രഭാതത്തിൽ നന്ദി പറയുന്നു. അതുപോലെ എന്റെ ലൈഫിലായിട്ടുള്ള ആൾക്കാരുണ്ട്. ജോസ്, പിന്നെ ശോഭന മാഡം, ശാന്തി മാഡം, വത്സമ്മ മാഡം, തങ്കമാഡം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഹൃദയത്തിൽ തൊട്ടൊരു നന്ദി പറഞ്ഞുകൊണ്ട് സാറേ ഞാന് കുറച്ച് തിരക്കൂടെയാണ്. പറഞ്ഞിരുന്നു മാഡം തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും രണ്ടുപേരും രാവിലെ വന്ന് ഈ മോർണിംഗില്, കാരണം ലിസ റോയ് മാഡത്തിന് ഏറ്റവും വലിയൊരു റിസൾട്ട് കിട്ടി. സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരുന്ന ആള് ഇപ്പൊ സ്റ്റിക്കൊന്നും ഇല്ലാതെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ആ നാട്ടിൽ ചെന്നപ്പം ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു എന്താണ്, ഞങ്ങളെ കാണാൻ വേണ്ടി തന്നെ അവിടെയുള്ള പല ആൾക്കാരും ഓടിയെത്തി. കാരണം അത്രമാത്രം എന്താണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലുള്ള ചോദ്യമായിരുന്നു. ഇപ്പൊ എന്തായാലും വലിയ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ആളുടെ വാക്കുകളിലേക്ക് പോകണം. ഇന്ന് ശരിക്കും എന്താ പറയാ, കുടുംബശ്രീ ബസാറിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശോഭന അപ്പുക്കുട്ടൻ മാഡത്തിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു ചുമ വന്നു. അപ്പൊ സാധാരണ ചുമ പോലെ തന്നെ കണ്ടു. പക്ഷെ കൊച്ചിനെ ചുമച്ച് ഹാങ് ആവുകയാണ്. ഹാങ് എന്ന് പറഞ്ഞാൽ കൊച്ചിന് തിരിച്ച് ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ ചുമക്കുന്ന ആ ഒരു ഇതിൽ തന്നെ കൊച്ചു ചുമച്ച് പോവുകയാണ്. അതും ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു. ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. കാരണം നമുക്ക് ഡോസ് കൂട്ടിയ മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, അയ്യോ 45 ദിവസമേ ആയുള്ളൂ, കൊച്ചിനെ അങ്ങനെ ചുമക്കുള്ള മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കൊച്ചിനെ ഒന്നെങ്കിൽ ആവി പിടിപ്പിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും 2-3 ദിവസം നമ്മൾ അങ്ങനെ ചെയ്തിട്ടും അങ്ങനെ ഒരു ഫലം ഉണ്ടാകുന്ന, കൊച്ചിന് ചുമ കൂടി വരുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇവിടെ കട്ടപ്പന സെന്റ് ജോൺസ് കൊണ്ടുവന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവര് ഒന്നും നോക്കിയില്ല. നിയോനറ്റോളജിയെ കാണിച്ചപ്പോഴത്തേക്കിനും അവരൊന്നും നോക്കിയില്ല. അവര് നന്നായിട്ട് ആന്റിബയോട്ടിക് തന്നെ കൊച്ചിനെ കുറിച്ച് തന്നു. അതുപോലെ തന്നെ നെബുലൈസേഷൻ 5 ദിവസം രാവിലെ വൈകിട്ടും എടുക്കണമെന്ന് പറഞ്ഞു. ഈ 5 ദിവസം നെബുലൈസേഷൻ എടുത്തു, ആന്റിബയോട്ടിക് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു സമയത്ത് മാത്രം കൊച്ചിന് കുറവ് വന്നു. വീണ്ടും 7 ദിവസം 2 ദിവസം കൊണ്ട് നോക്കി 7ാമത്തെ ദിവസം വീണ്ടും ചെക്കപ്പിന് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും കൊച്ചിന് ചുമ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിന് ഇൻഫെക്ഷൻ ചെറിയൊരു രീതിയിലുണ്ട്. വീണ്ടും അവർ കണ്ടിന്യൂസ് ചെയ്യാൻ പറഞ്ഞു ആന്റിബയോട്ടിക്. വീണ്ടും ഇത് തന്നെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഇത് മാറുന്നുള്ളൂ. വീണ്ടും എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു കോട്ടയം ESI ഒന്ന് കൊണ്ടുപോകും കുഞ്ഞുങ്ങൾക്ക്, അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ESI എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ജീവിതത്തിൽ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുമില്ല, എനിക്ക് അവിടെ അറിയത്തുമില്ല. അത് ഞങ്ങള് 3 കുഞ്ഞുങ്ങളെയും ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇവൻ ചുമക്കുന്ന കണ്ടപ്പോഴേ പറഞ്ഞു പെട്ടെന്നൊന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ പറയാണ് കൊച്ചിന് ന്യൂമോണിയയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുക, അതിനുശേഷം ഇഞ്ചക്ഷനേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആന്റിബയോട്ടിക്കിന് കുഞ്ഞിനെ ശരീരത്ത് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ വേണ്ടുവോളം ആ കൊച്ചിന് കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇനി നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതാണ്, ഞങ്ങൾ അതിനൊന്നും കരുതിയല്ല വന്നേക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ഒന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് മാറ്റിത്തരാവോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകാൻ ഞങ്ങളായിട്ട് പറയില്ല. കാരണം കുഞ്ഞിന്റെ അവസ്ഥ അതാണ്. തിരിച്ചു പോയിട്ടുണ്ട്, പോകുന്ന വഴി കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല. ഈ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോകുന്ന വഴിക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നിയിട്ടുണ്ട്, തിരിച്ച് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ എന്റെ വീട്ടിലേക്ക് എല്ലാം വിളിച്ച് ചോദിച്ചപ്പോഴും എല്ലാരും മമ്മി എന്നോട് പറഞ്ഞു വേണോ നിനക്ക് എന്താ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മി വേണ്ട, എനിക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, ബാക്കി 2 കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്, എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ആ ഹോസ്പിറ്റലിൽ ഇല്ല. അപ്പത്തേക്കിനും എന്റെ ഹസ്ബൻഡിനോട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരില്ല, അല്ലെങ്കിൽ ഇവിടെ ഉത്തരവാദികളല്ല, നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അതായത് എന്റെ ഹസ്ബൻഡ് അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം അവിടുന്ന് ഞാൻ മമ്മിയെ വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് പറഞ്ഞു, നീ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവരുത്, നീ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കട്ടപ്പനയ്ക്ക് തന്നെ പോന്നു. കട്ടപ്പനയ്ക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ മമ്മി കുഞ്ഞിനെ എടുത്തേച്ചിട്ട് പറഞ്ഞു നമുക്ക് ദൈവം തന്നതാ, അപ്പൊ ദൈവം തന്ന കുഞ്ഞിനെ എന്ത് വേണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ എന്നുകൊണ്ട് നമ്മൾ പരീക്ഷിക്കുമല്ല. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിൽ അന്നേരം നമ്മൾ ഈ പ്രൊഡക്റ്റ് വിശ്വസിക്കുന്നു. കാരണം ഇവനുണ്ടാകുന്ന സമയത്ത് പോലും നമ്മൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടി. എന്നാൽ ഒരു ഫില്ലറില് ഇവന് 45 ദിവസമേ 45 കഴിഞ്ഞ് നമ്മൾ ഈ ഒരാഴ്ചത്തേയും കഴിഞ്ഞ് എങ്ങനെ പോയാലും ഒരു 60 ദിവസത്തിന് മുമ്പുള്ള സംഭവമാണ്.
അപ്പം നമ്മുടെ സാറന്മാരോട് ചോദിച്ചാല് സുനീർ സാറിനോട് ഒന്നും ഞങ്ങൾ സാധാരണ എല്ലാ കാര്യം സുനീർ സാറിനോട് അല്ലെ സന്തോഷ് സാറിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ചോദിച്ചില്ല. കാരണം സാറുമാര് പറയും ഇത്രയും കുഞ്ഞല്ലേ ഈ പ്രൊഡക്റ്റ് കൊടുക്കണോ എന്ന് അവരും അത് അത്രയ്ക്ക് നമ്മളോട് പറയത്തില്ല കൊടുക്കാന്. പക്ഷെ എന്തായാലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഫിൽറ്ററിൽ കഫ്നിൽ ഒരു ശകലം എടുത്തു, ഒരു 2 ഡ്രോപ്പ് അവന്റെ വായിൽ ഒഴിച്ചു കൊടുത്തു, വിരലില് ഒരിച്ചിരി ലേഖ്യം എടുത്തേച്ചിട്ട് അവന്റെ നാക്കിലും വെച്ചു കൊടുത്തു. ഇത് കൊച്ചു കഴിച്ചു. എന്നിട്ടും ഈ കൊച്ചു ഒരു വൈകിട്ടായപ്പോഴത്തേക്കിനും വീണ്ടും ഈ കൊച്ചു ചുമക്കുന്നുണ്ട്. എന്തായാലും മാമിയാണ് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം, പിറ്റേ ദിവസവും വായി കണ്ടിട്ട് അത് കുറവില്ലെങ്കിൽ നമുക്ക് ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇടുക്കിയില്ല പോകുന്ന വഴി ഹോസ്പിറ്റലിൽ ഇടുക്കിയിലെ ചെല്ലാവുള്ളൂ, ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചെന്നിട്ടാവുള്ളൂ, നിങ്ങൾ വീട്ടിൽ പോകരുതെന്ന് വരെ ലാസ്റ്റ് അവർ പറഞ്ഞു വിട്ടു. ഞങ്ങൾ പോരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യത്തിന് മമ്മി എന്നോട് പറഞ്ഞു നമുക്കെന്നാ നോക്കാം, നാളെ അല്ലെങ്കിൽ നാളെ നമുക്കൊന്ന് കൊണ്ടേ കാണിക്കാന്ന് പറഞ്ഞു. രാവിലെ ആയപ്പോഴത്തേക്കിനും കൊച്ചിനൊരു കുറഞ്ഞു വരുന്നത് പോലെ തോന്നി. വീണ്ടും നമ്മളിത് തന്നെ കണ്ടിന്യൂ ചെയ്തു. രാവിലെ ഇതുപോലെ മമ്മി കൊടുത്തു, കഫ്നിന്റെ 2 ഡ്രോപ്പ് കവചപ്രാശം കൊടുത്തു. വൈകിട്ടപ്പോഴത്തേക്കും ചുമക്കാൻ തുടങ്ങി. അപ്പത്തേക്കും നമുക്ക് ടെൻഷനായി, എന്താ അയ്യോ ഇനി എന്തെങ്കിലും പ്രശ്നമാണോ വെച്ചാൽ നമ്മൾ ഏതായാലും ഹോസ്പിറ്റലില് ഇവിടെ നമ്മുടെ കട്ടപ്പന താലൂക്ക് ആശുപത്രി ആൻവരിയ മാഡം മ്യൂട്ടായേ. ആൻവരിയ മാഡം ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ കേക്കാം. അപ്പൊ നമ്മള് വൈകിട്ട് തന്നെ ഓക്കെ. അപ്പൊ നമ്മള് കട്ടപ്പന താലൂക്കിൽ കൊണ്ടുപോയി ഡോക്ടർ അവന്റെ ചെസ്റ്റ് നോക്കിയിട്ട് ഡോക്ടർ പറയുകയാണ് അവന്റെ ചെസ്റ്റ് ക്ലിയർ ആണല്ലോ എന്ന്. കാരണം നമ്മളോട് എക്സ്റേ എടുത്ത് ന്യൂമോണിയാണ് അത് നമ്മളെ കാണിച്ചു തന്ന ഒരു ചെസ്റ്റിന്റെ ഫുൾ ഭാഗം നന്നായിട്ട് മൂടിയേക്കുക. അപ്പത്തേനും അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് താലൂക്ക് അസിസ്റ്റന്റ് അവിടുത്തെ ഡോക്ടർ പറയുവാണ് ഇവന്റെ ചെസ്റ്റ് ക്ലിയർ ആണ്, ഇവനെ ഇപ്പം പീഡിയാട്രീഷ്യനെയോ ഇടുക്കി മെഡിക്കൽ കോളേജിലോട്ടോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങൾ ഇങ്ങനെ ESL ആണ് കൊണ്ടുപോയത്, അവിടുന്ന് ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർ ചോദിക്കണേ ഇല്ല അവന് പ്രശ്നമൊന്നും ഇല്ല, അവനെ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഒരു മനസ്സമാധാനം നമ്മൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ ഈ എക്സ്റേ എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു എക്സ്റേ കൂടി എടുക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആ 2 എക്സ്റേ കാണിച്ചിട്ട് ഡോക്ടർ ചോദിക്കുകയാണ് ഇത് നിങ്ങൾ ഈ കുഞ്ഞിന്റെ തന്നെയാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങളായി അവിടുന്ന് കൊണ്ടുവന്നത്, ഇത്ര സീരിയസ് ആണ് ഡോക്ടർ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ എന്തേലും കുഞ്ഞിന് പ്രശ്നമുണ്ടോ, ഉള്ളത് കൊണ്ടാണ്. അന്നേരം പറയും ഇല്ല അവന്റെ ചെസ്റ്റ് ക്ലിയർ ആണ്, ന്യൂമോണിയ ബാധിച്ച ഒരു കൊച്ചിന്റെ ചെസ്റ്റ് അല്ല അവനുള്ളത്. കാരണം ഇത് രണ്ടും കണ്ടോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത് എടുത്തേക്കുന്നത് ഫുള്ള് ക്ലിയർ ആണ്, അവന്റെ ചെസ്റ്റ് ഫുള്ള് ക്ലിയർ ആണ് എക്സ്റേയില്. ആദ്യത്തേന്ന് ഒരു സൈഡ് ഫുള്ള് മങ്ങിയ ഒരു രീതിയാണ്. അപ്പൊ ഡോക്ടർ അന്നേരം ചോദിക്കുകയാണ് ഇത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇതെന്താണ് സംഭവിച്ചത്, കാരണം ഇത്രയും നിങ്ങൾ ഒരു മനത്തന്റെ അടുത്ത് വരാൻ എന്നാ കാരണം. എന്തായാലും ഞാൻ പറയട്ടെ, നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒറ്റ ബലത്താണ് ഇപ്പൊ ഞാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അത് എന്റെ കുഞ്ഞിന്റെ നമുക്ക് നേരിട്ട് വരാം, എന്റെ കുഞ്ഞിന്റെ മരണം കണ്ട ആളാണ് ഞാൻ. കാരണം അത്രയ്ക്കൊരു നമ്മുടെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തട്ടിയാൽ തന്നെ എന്തൊക്കെ സംഭവിക്കാം, ജസ്റ്റ് ഒന്ന് മുട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ. ശരിക്കും അത്ഭുതം. ഇന്നലെ ഞാൻ സന്തോഷ് സാറിനോട് സുനീർ സാറിനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഇതൊന്ന് ഗ്രൂപ്പിൽ ഇടട്ടെ എന്ന് സാർ വെച്ചാൽ എന്റെ ഒരു സന്തോഷമാണത്. കാരണം എല്ലാവരും ഇതൊന്നും അറിയട്ടെ, ഇത്രയും വലിയൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിന്, ഞങ്ങളുടെ സുനീർ സാറ്, ഞങ്ങളുടെ സന്തോഷ് സാറ്, ജിസ് സാറ്, ലൈസമ്മ മേഡം, എല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാറേ ഈ പുരുകത്തിന്റെ 2 നടുഭാഗവും മൂക്കിന്റെ ആ ഭാഗം കൂടെ കൂട്ടിയാണ് അടിച്ചത്. അപ്പൊ ഈ സൗണ്ട് കേട്ടോണ്ടാണ് ചെല്ലുന്നത്, എന്തോ ഭയങ്കര ഒരു സൗണ്ട് കേട്ടോണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും കൊച്ചിന്റെ മുഖം നിറച്ചും ബ്ലഡായി, കിടക്കുന്നിടത്തെല്ലാം ബ്ലഡായി. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലായില്ല. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ ചെയ്യണ്ടേ ആ ഒരു സിറ്റുവേഷൻ. കാരണം നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു സ്ഥാനമാണ് എന്താ നമുക്ക് ആ ഒരു സാഹചര്യം പറഞ്ഞത് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ടെൻഷനായ ഒരു സമയമായിരുന്നത്. എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ DTC ലീഡർ ലിസ റോയിമയുടെ എന്റെ അമ്മയാണ്. എന്റെ അമ്മ തന്നെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് ആദ്യം ഉപയോഗിക്കാനായിട്ട് പരിചയപ്പെടുത്തുന്നത്. എന്റെ അമ്മ എന്നോട് പറഞ്ഞു നമ്മൾ ഇതിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ട് മുഖം എല്ലാം വാഷ് ചെയ്തപ്പോഴത്തേക്കിനും വീണ്ടും ബ്ലഡ് എടുത്തോണ്ടിരിക്കുകയാണ്. ഏതായാലും കുഞ്ഞിന്റെ ഉള്ളിൽ നിന്നും ബ്ലഡ് വരുന്നില്ല, പുറമെ നന്നായിട്ട് അത് പൊട്ടി എന്നാണ് ആ മൂക്കിനെ ശരിക്കും അങ്ങ് പൊളന്നിട്ട് അതിങ്ങനെ നമുക്കറിയാം ഇങ്ങനെ വിടർന്നിരിക്കുവാണ്. അത് കഴിഞ്ഞത്തേനും മാമി പതുക്കെ അത് ഈ ആ ഒരു പൊളന്നിരിക്കുന്ന ഭാഗം പതുക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് നമ്മുടെ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന
ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ്, ഇതിപ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ് അത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് റിസൾട്ടാണ് അത്. മമ്മി അത് എടുത്തിട്ട് ഒരു ട്യൂബ് പൊട്ടിച്ചിട്ട് ആ ട്യൂബിന്റെ നന്നായിട്ടൊരു ഭാഗം തന്നെ എടുത്തിട്ട് കൊച്ചിന്റെ ആ ഒരു പൊളന്നിരിക്കുന്ന ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് പതുക്കെ അത് ക്ലോസ് ചെയ്ത് ആ പൊളന്നിരിക്കുന്ന ആ ഭാഗം ഒന്ന് അടച്ചു വെച്ചു. അതിനുശേഷം മമ്മി എന്നോട് പറഞ്ഞു, ഞാൻ പക്ഷെ അന്നേരവും കുഞ്ഞിന്റെ ഈ ഒരവസ്ഥ, ഇത് ബ്ലഡ് എടുക്കുന്നു. ഞാൻ പറഞ്ഞു മമ്മി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും എന്റെ അമ്മ പറഞ്ഞു വേണ്ട, കാരണം ഇത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കുഞ്ഞിനെ, ഇത് പച്ചക്കിട്ട് ഇത് കുത്തി ഇതാക്കും, സ്റ്റിച്ച് ഇടുമ്പോ അതും കൂടെ വേദന അനുഭവിക്കേണ്ടി വരും. എന്നേരം എന്റെ അമ്മയുടെ ആത്മധൈര്യമാണ് ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നത്. എന്റെ അമ്മ എന്നോട് ചോദിച്ചൊരു വാക്കുണ്ട്, ദൈവം നമുക്ക് നേരിട്ട് തന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എന്തിന് നമ്മളെ വീണ്ടും കുഞ്ഞിനെ വേദനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചു. ഏതായാലും ഒരു 10-11:30 ആയപ്പോഴത്തേക്കിനും കുഞ്ഞ് ശാന്തമായിട്ട് തന്നെ ഉറങ്ങാൻ തുടങ്ങി. കാരണം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചേക്കണം, ഉറങ്ങാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ നോക്കി വൊമിറ്റ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത ഉറക്കത്തിൽ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ നോക്കിയിരുന്ന എന്തെങ്കിലും ഒരു വിഷയം വരുമോന്ന്. ദൈവകൃപയാലെ കുഞ്ഞ് രാവിലെ ഏറ്റു നോർമലായിട്ട് കൊച്ചു നടക്കണം. കാരണം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല, അത്രയ്ക്കൊരു ഇഞ്ചുറിയാണ് കൊച്ചിന്റെ ഒരു മൂക്കിൽ വന്നേക്കുന്നത്. ഇന്നേരം ഞാൻ ചോദിച്ചു മോനെ നിനക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. കാരണം നമുക്ക് അത്ഭുതമാണ്, എന്താ വേദനയില്ല, ഇത്രയും മുറിഞ്ഞതല്ല, നിനക്ക് വേദനയില്ല, അത് മൂക്കിന്റെ പാലം കൂട്ടിയാണ്, ഒരു പ്രശ്നം നിനക്ക് തോന്നില്ല, ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മള് തിങ്കളാഴ്ച ഫുള്ള് ആ ഓയിന്റ്മെന്റ് അത് വലിയുന്നതനുസരിച്ച് തേച്ച് കൊടുത്തോണ്ടിരുന്നു. അതിനുശേഷം ചൊവ്വാഴ്ച, അതായത് ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്കിനും പൂർണ്ണമായിട്ട് അങ്ങനെ അത്രയും വലിയൊരു മുറിവാന്നത് നമുക്കത് ചിന്തിക്കാൻ പോലും മേലാത്ത അത്രയും റിസൾട്ട്. കാരണം ഞാൻ ഇതിനു മുന്നേ എനിക്ക് കൊച്ചിന്റെ തല ഇതുപോലെ തന്നെ പൊട്ടി, അതൊരു 4 സ്റ്റിച്ചോളം വരുന്ന ഒരു മുറിവായിരുന്നു. ഇതേ ഒരു സാഹചര്യത്തിൽ കൊച്ചി ടൈലില് വീണതാണ്. അന്നേരവും ഇതേ രീതിയിൽ തന്നെ മമ്മി ചെയ്ത് സ്റ്റിച്ച് വിട്ടപ്പോ അന്നേരം മമ്മി എന്നോട് പറഞ്ഞ കൊച്ചിന്റെ മുടി പോകും, കുറച്ച് മുടി ഉണ്ട്, അപ്പൊ ആ മുടി പോകും, കൊച്ചിനെ സ്റ്റിച്ച് ഇട്ടതിന്റെ വേദനയാകും. അന്നേരം എനിക്ക് ആ ഫോട്ടോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ആദ്യമായിട്ടുള്ള ഒരു അനുഭവം ആയതുകൊണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ ഈ കൊച്ചിന്റെ ഓരോ മൂമെന്റ്സിൽ 2 ദിവസത്തെ ഓരോ മാറ്റം ഇച്ചിരി ഉണങ്ങുന്ന അനുസരിച്ച് ഞാൻ ഫോട്ടോസ് എടുത്തു. അപ്പൊ ആദ്യം മുതലുള്ളത് അവസാനം ഈ 2 ദിവസത്തേതുള്ളത് ഞാൻ എന്നിട്ട് സുനീൽ സാറിനും സന്തോഷ് സാറിനും ഞാൻ ഇട്ട് കൊടുത്തു. കാരണം എനിക്കത് വലിയൊരു സന്തോഷമാണ്. കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ മുമ്പൊരു ഇതുണ്ടെങ്കിലും ഇതെങ്കിലും എനിക്കൊരു റിസൾട്ട് ആക്കി ഇവരെ കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ ഫോട്ടോസ് എല്ലാം ഇട്ട് കൊടുത്തു. ഏതായാലും വലിയൊരു റിസൾട്ടാണ് എനിക്ക് കാണിച്ചത്. ഞാനിപ്പോ അത് എന്റെ കുഞ്ഞിന്റെ മുഖം അത് ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്കത് പറയുമ്പോൾ കൊച്ചിന് എവിടെയാ കറക്റ്റ് എന്ന് പറയുമ്പോൾ അത് കാണുന്നവരെല്ലാം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യരാ, നിങ്ങൾ ഈ കുഞ്ഞിന്റെ ഈ മുഖത്ത് ഇത്രയധികം ഈ സ്ഥാനത്ത് വന്നിട്ട് നിങ്ങൾ വെച്ചോണ്ടിരുന്ന് നിങ്ങളെ സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തുള്ള എല്ലാരും തന്നെ പറഞ്ഞു കൊച്ചിന്റെ മുഖം. പക്ഷെ നമ്മൾ ആ പ്രൊഡക്റ്റിൽ വിശ്വസിച്ചു. അത്രയും നല്ലൊരു പ്രൊഡക്റ്റ്, അത് ഇപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ട് ഹീലിംഗ് തന്നെയാണ്. കാരണം ഞാനത് കാണിച്ചു തരാട്ടോ. എന്റെ കുഞ്ഞിന്റെ മൂക്ക് ഇതേണ്ടേ, ഇങ്ങോട്ട് നോക്കിയേ, ഹായ് പറഞ്ഞേ, പറ സാറേ, കാണാമോ? കണ്ടോ? ഇത് കണ്ടോ? ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് പൊളന്നിരുന്ന ഭാഗമാണ് മണ്ടയിലേക്ക്, അതൊരു പീസാണ്. അത് കൂട്ടി പിടിച്ചിട്ട് കൊച്ചിന്റെ മൂക്കിന് അത് ഓയിന്റ്മെന്റ് തേച്ചേക്കുന്നതാണ് നമ്മള്. എന്നിട്ട് അത് കൂടി പിടിച്ചാണ് അത് അപ്പം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ഭാഗ്യം തന്ന ദൈവത്തിനും ഇത് പരിചയപ്പെടുത്തി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുനീൽ സാറ്, സന്തോഷ് സാറ്, ജിസ് സാറ്, ലൈസമ്മ മേഡം, ലിസ്റ്റ് ടീച്ചർ, എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.